ടുഡേ സ്പെഷ്യൽ മേരയ്ക്ക അഥവാ ചൗചൗ മുളകരച്ച ഉപ്പേരി പുളിങ്കറി. അപ്പോൾ ഇന്ന് പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ പുളിങ്കറിയാണ്. ഇത് ഉപ്പേരിക്കുള്ളതാണ്. മേരയ്ക്ക അഥവാ ചൗചൗ ഉപ്പേരിക്ക് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാണ് പുളിങ്കറിയുടെ കൂട്ട്. ഇതിൽ മത്തനുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുമ്പളങ്ങയുണ്ട്, മുള്ളങ്കിയുണ്ട്, തക്കാളി, വഴുതനങ്ങ എല്ലാം കൂടെ ചേർന്നുള്ള കദംബ പുളിങ്കറിയാണ്. അപ്പോൾ ഇതിന് അരയ്ക്കാൻ ഒന്നിച്ചുള്ള അരവാണ്. ഉപ്പേരിക്കും പുളിങ്കറിക്കും ഒന്നിച്ചുള്ള അരവാണ്, രണ്ടിനും കൂടെ. അപ്പോൾ അരയ്ക്കാൻ ചെറിയുള്ളി, തേങ്ങയിടാത്ത പരിപ്പിട്ട പുളിങ്കറിയാണ്. ചെറിയുള്ളി, ഒരു തക്കാളി, അര തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ചെറിയുള്ളി വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കുക. ചെറിയുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി അല്ലി, പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില. ഇത് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ, അതായത് രണ്ടിനും കൂടിയുള്ള അരവാണേ, കാശ്മീരി ചില്ലി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ കൂടെ ചേർത്ത് അല്പം ഉപ്പ് ചേർത്ത് അരച്ചെടുക്കും. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് പേസ്റ്റ് ആക്കിയിട്ട് വന്നിട്ട് ആ കൂട്ട് ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള, ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് നല്ലോണം വയ്ക്കാം. പിന്നെ ഇനി ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിൽ പാനിൽ അല്പം എണ്ണ ഒഴിച്ച്, ചീഞ്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് ഇതിന്ന് പകുതി മുളക് എടുത്തിട്ട് വഴറ്റണം. അതിന് മുന്നേ കുറച്ച് ഉള്ളി, കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് ഈ ഇതെടുത്ത് വഴറ്റി, അങ്ങനെ കുക്കറിലോട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കറിൽ പരിപ്പും ഈ കഷ്ണവും കൂടെ ചേർന്ന് ഒഴിച്ച് പുളി ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കി ഇറക്കുകയായിരുന്നു. കടുക് വേണമെങ്കിൽ പിന്നെയും വറുത്ത് ചേർക്കാം, നമുക്കത് പ്രശ്നമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പോഴത്തെ ആ ഒരു നേരം അനുസരിച്ചിട്ട്, സമയം അനുസരിച്ചിട്ട് അപ്പോൾ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള മുളകിനെ നന്നായിട്ട് ഇതേമാതിരി കുറച്ച് ഉള്ളിയിട്ട് നന്നായി വഴറ്റി എടുത്തിട്ട് അതിൽ എല്ലാം ഇതും ഉണ്ടല്ലോ, പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് ഇതിനെ നല്ലോണം ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം, മേരയ്ക്ക അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. ഇടയിലിടയിൽ തുറന്ന് ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. തക്കാളി ഇട്ട് വഴറ്റിയിട്ട് വെച്ചിരിക്കുന്ന പേസ്റ്റ് 1, 2, ഏകദേശം 2.5 ടേബിൾ സ്പൂൺ പേസ്റ്റ്. ഇത് നന്നായി വഴറ്റാം. ഇതിൻ്റെ കൂടെ ഉപ്പും ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു രുചിയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ചെയ്തിട്ട് വരാം. ഓക്കെ. കത്തരിക്കുന്നു, ചെറിയ കുഞ്ചട്ടിയാണ്, അതുകൊണ്ടാണ്. 2 വിസിൽ എടുക്കുക. എന്നിട്ട് കടുക് വറുക്കുക. അതിൽ കടുക് വറുക്കാനാണ് ഉള്ളി ഇട്ടിട്ട് കടുക് വറുക്കുക. അപ്പം അങ്ങനെ പുളിങ്കറി റെഡിയാവുന്നു. നല്ല ടേസ്റ്റാണ്. കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും ടേസ്റ്റാണ്, എല്ലാം കൊണ്ടും. കൂട്ടാനുള്ളത് കടുക് വറുത്തിട്ട് വറമുളക്, കടുക്, വെന്തയം, കറിവേപ്പില ഇട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ മക്കളെ, ഇന്നത്തെ വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, മറന്നുപോയി. അദ്ദേഹത്തിന് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ടാണ്. ഒന്നും കരുതരുത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ കടുക് വറുത്ത്, കടുക് താളിച്ച് കൊട്ടി, നല്ല ടേസ്റ്റായിട്ടുള്ള പരിപ്പിട്ട ഒരു വെട്ട് പുളിങ്കറി. ഞങ്ങളുടെ പാലക്കാട് ഇതാണ് ഇതിന് പറയുക, വറപ്പുളിങ്കറി, വെട്ട് പുളിങ്കറി. കാറ്ററിംഗുകാർക്കുള്ള ഫുഡ് റെഡിയായി. 2 റൈസ്, അതിനുള്ള ഉപ്പേരി, പിന്നെ ബോയിൽ ചെയ്ത എഗ്ഗ് കറി.